ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ലീഗുകളിൽ ഒന്നായിട്ടുള്ള ISLൽ കേരളത്തെ റെപ്രസെൻ്റ് ചെയ്ത് കളിക്കുന്ന, അതായത് 2014 തൊട്ട് ISLൻ്റെ സ്റ്റാർട്ടിംഗ് സീസൺ തൊട്ട് ഇനിയിതാ 11 സീസണും ISLൽ കളിച്ചിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് കേരളത്തെ ഓറിയൻറ്റ് ചെയ്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ കേരളത്തിലെ തന്നെ മലയാളി താരങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ടീം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെടുന്ന ഒരു പുതിയൊരു റൂമർ അടിസ്ഥാനത്തിൽ ഒരു പുതിയ വാർത്ത നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുമ്പ് പന്ത് തട്ടിയിട്ടുള്ള ഒരു താരം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് നിലവിൽ അറിയുവാനായിട്ട് കഴിയുന്നത്. അദ്ദേഹം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബിൻ്റെ പരിശീലകനുമായിട്ടും ഒക്കെ തന്നെ ടീമുമായിട്ടൊക്കെ അസംതൃപ്തി ഉണ്ടെന്നും വൺസ് ദ കോൺട്രാക്റ്റ്, അതായത് എപ്പോഴാണ് കോൺട്രാക്റ്റ് അവസാനിക്കുന്നത് ആ ഒരു സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരുവാനുള്ള ആഗ്രഹമാണ് താരത്തിനുള്ളത് എന്നാണ് നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നത്. ഈ ഒരു വാർത്തയെക്കുറിച്ചുള്ള സത്യാവസ്ഥ പൂർണ്ണമായും നമുക്ക് അറിയുവാനായിട്ട് കഴിയുന്നില്ല. എങ്കിൽ പോലും ഒരു റൂമർ അടിസ്ഥാനത്തിൽ നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ളൊരു വാർത്തയാണിത്. ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഒരുപാട് മലയാളി താരങ്ങളുടെ പേരാണ് നമ്മൾ ഉയർന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ പ്രധാനരായ മലയാളി താരങ്ങൾ എന്ന് പറയുന്നത് മോഹൻ ബഗാന് വേണ്ടി നിലവിൽ ബൂട്ട് അണിഞ്ഞുകൊണ്ടിരിക്കുന്ന സഹൽ അബ്ദുൾ സമദിൻ്റെ പേര് തന്നെയാണ്. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ അരങ്ങേറ്റം കുറിച്ച താരം, അതായത് ISLൻ്റെ 5ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ച താരം പിന്നീട് ഒരു ISLൻ്റെ 9ാം സീസൺ വരെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുകയും പിന്നീട് 10ാം സീസണിൽ മോഹൻ ബഗാനിലേക്ക് ചേക്കേറുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ ബൂട്ടണിഞ്ഞ താരവും സഹൽ അബ്ദുൾ സമദ് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മികച്ച താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ഈ സഹൽ അബ്ദുൾ സമദ് എന്ന് പറയുന്ന താരം. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരുന്നു എന്നും ഇതിൻ്റെ പിന്നാലെ ഒരുപാട് റൂമർ അടിസ്ഥാനത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഹൽ വരുവാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നീട് മറ്റ് ആരാധകരൊക്കെ, അതായത് ആ ഒരു വാർത്ത വന്ന ആ ഒരു സ്ഥലത്ത് തന്നെ അതിന് പുറമെ തന്നെ ഒരുപാട് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു താരമാണ് നിഖാസ് സുധീഷ്. സത്യാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ നിഖാസ് സുധീഷ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയർ തന്നെയാണ്. ലോൺ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹം പഞ്ചാബ് FC ക്ക് വേണ്ടി ബൂട്ട് അണിഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ അദ്ദേഹം ആവാനുള്ള സാധ്യതയും ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ മുംബൈ സിറ്റി FCയുടെ ഗോൾ കീപ്പറായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരം കൂടിയാണ് ഇദ്ദേഹം, TP രഗനീഷ് എന്ന് പറഞ്ഞ മലയാളി താരം. നമുക്ക് എല്ലാവർക്കും അറിയാം, ISLൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾ കീപ്പറാണ് ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന തരത്തിലും ഇതിന് പിന്നാലെ, അതായത് മലയാളി താരം എന്ന് കേട്ടതോട് കൂടി തന്നെ ഒരുപാട് താരങ്ങളുടെ പേര് പറഞ്ഞതിൽ ഇദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് എടുത്തെടുത്ത് കേൾക്കാവുന്നതാണ്. സോ ഇങ്ങനെയുള്ള 3-4 പേരുകളാണ് എടുത്തെടുത്ത് കേൾക്കുന്നുണ്ട്. സോ ആരാണ് ആ താരം എന്നൊക്കെ നമുക്ക് വഴി അറിയാവുന്നതാണ്. എന്തൊക്കെ വന്നാൽ നമുക്ക് എല്ലാം കാത്തിട്ട് തന്നെ കാണാം.